നമസ്കാരം. ലോകത്ത് ഒരു ഏകാധിപതിയും ഒരു ദിവസം കൊണ്ട് പൊട്ടി മുളച്ചതല്ല. അത് ചൈനയിലെ മാവോ സേതുങ്ങായാലും, ജോസഫ് സ്റ്റാലിനും റഷ്യയിലെ, കംബോഡിയയിലെ പോൾ പോട്ട്, ജർമ്മനിയിലെ ഹിറ്റ്ലർ, ഇവരെല്ലാം ഭരണത്തിലിരുന്നു കൊണ്ട് കാലക്രമേണ ആ സ്റ്റേജിലോട്ട് വന്നതാണ്. അധികാരം പോകുമെന്ന് കാണുമ്പോഴൊക്കെ അത് കൂടുതൽ ഉറപ്പിക്കാനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് പടിപടിയായിട്ട് എടുത്തിട്ടാണ്. ഇപ്പം ഇന്ത്യയുടെ അവസ്ഥ ഇപ്പോൾ ഏകദേശം അതുപോലെയാണ്. ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ നേരത്തെ വിചാരിച്ചിരുന്നേ, ഇപ്പം കേന്ദ്രത്തിലാണ് കോൺഗ്രസിൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു, കോൺഗ്രസ് അല്ലാതെ മറ്റാര് വന്നാലും ശാശ്വതമായിട്ട് സ്റ്റെബിലിറ്റി ഇല്ലാതെ, പല പാർട്ടിക്കാർ ചേർന്നുണ്ടാക്കി സ്റ്റെബിലിറ്റി ഇല്ലാതെ തകർന്നു പോകുന്നൊരു ധാരണ കോൺഗ്രസിനുണ്ടായിരുന്നു. അങ്ങനെ ധാരണയിലാണ് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം പല ഗവൺമെൻറ്റുകൾ, വി പി സിംഗിൻ്റെ, ചന്ദ്രശേഖറിൻ്റെ, ദേവഗൗഡയുടെ, ഇങ്ങനെ പലരുടെയും ഗവൺമെൻറ് അവിടെ വന്നു. പിന്നെ വാജ്പേയിയുടെ വന്ന ഗവൺമെൻറ്റാണ് ഒരു 5 വർഷം നിന്നത്. അതിൽ അവർക്കൊരു ചെറിയ പിഴ പറ്റിയതാണ് 2004 ഇലക്ഷന് കോൺഗ്രസ് റാവുവിൻ്റെ നേതൃത്വത്തിൽ തിരിച്ചു വരാൻ പറ്റി. ഈ 2014 രണ്ടാം മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് തുടങ്ങിയപ്പോൾ മുതലേ അതിനെ എങ്ങനെ ഏറ്റവും നാറ്റിക്കണം, ചീത്തയാക്കണം എന്നുള്ള ഒറ്റ അജണ്ട ഉണ്ടായിരുന്നുള്ളൂ രാഹുൽ ഗാന്ധി. അങ്ങനെ ആ നാറ്റത്തിൻ്റെ പ്രതിഫലനമാണ് 2014 അധികാരം പോയത്. രാഹുൽ ഗാന്ധി ഒരിക്കലും വിചാരിച്ചില്ല കോൺഗ്രസ് അല്ലാതെ ഒരു പാർട്ടിക്ക് മജോറിറ്റി കിട്ടും, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സാ വാച കർമ്മണ വിചാരിച്ചില്ല. അവിടെ ഒരു പാളിച്ച പറ്റി. നമ്മുടെ കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരിനെ തകർക്കാൻ രമേശ് ചെന്നിത്തലയും മറ്റേ ഗണേഷ് കുമാറൊക്കെ പരിശ്രമിച്ച പോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി കേന്ദ്രത്തിനും പരിശ്രമിച്ചത്. പിന്നെ ഈ ഇന്ത്യയിലെ മൊത്തം രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒരു അൺറിട്ടൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഒരു തവണ നമ്മൾ ഭരിക്കുന്നു, അടുത്ത തവണ നിങ്ങൾ വരുമ്പോൾ നമ്മൾ അത് ഉപദ്രവിക്കുകയില്ല, അത് കഴിഞ്ഞത്തെ തവണ മറ്റൊരു തിരിച്ചു വരിക, അങ്ങനെ ചക്രക്കുടം മാറി മാറി അനുഭവിക്കുക എന്നുള്ള ധാരണയിലൊരു വ്യത്യാസം വന്നതായിരുന്നു നമ്മുടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ വരവ് ഡൽഹിയിലേക്ക്. അങ്ങനെ 15 കൊല്ലത്തെ കോൺഗ്രസിൻ്റെ ഷീലാ ദീക്ഷിത് ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് കേജ്രിവാൾ വന്നു. അന്നേരമാണ് ഈ കോൺഗ്രസിനും പിന്നെ കോൺഗ്രസ് ഇതര മറ്റുള്ള എസ്റ്റാബ്ലിഷ്ഡ് പാർട്ടിക്കാർക്ക് മനസ്സിലായ പുതിയൊരാളെ തല പൊക്കാൻ സമ്മതിച്ചാൽ അവരുടെ നിലനിൽപ്പിനാണ് കുഴപ്പം. അതിൻ്റെ പരിണിതഫലമായിരുന്നു കനഹയ്യ കുമാർ എന്നൊക്കെ പറഞ്ഞ ഓരോ തീപ്പൊരി നേതാക്കളൊക്കെ ഉയർത്തു വന്നവനെ കോൺഗ്രസും ബി ജെ പിയും കൂടെ ചേർത്താണ് ഒതുക്കിയത്, അറസ്റ്റും കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെയാലും ഒതുക്കണമെന്നേ കോൺഗ്രസിനുള്ളൂ. ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ ഇവരാരെയും പ്രതിഷേധിച്ചോ? ആരും പ്രതിഷേധിച്ചില്ല. എല്ലാവരും വിചാരിച്ചു അവിടെ കിടക്കട്ടെ, ഇവനെ അവൻ്റെ പാർട്ടിയുടെ നാമാവശേഷം ആകട്ടെ. ഇപ്പൊ ഇതാ എല്ലാ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും കൊടുക്കാനുള്ള പുതിയ നിയമമായിട്ട് മോദി വന്നിരിക്കുന്നു. എന്തോ അത് 30 ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നാൽ, ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടന്നാൽ എന്നല്ല, 30 ദിവസം ജയിലിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം പോകും. ഏതേലും പ്രതിപക്ഷ പ്രതിപക്ഷ പാർട്ടികൾക്ക് അങ്ങനെ വാഴാൻ പറ്റുമോ ഇന്ത്യയിൽ? മോദി ഇരിക്കുമ്പോൾ എന്തെല്ലാം കള്ളക്കേസുകളല്ലാത്ത ഒരു കേസ് മോദി ഉണ്ടാക്കിയിട്ടില്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ മേൽ ചാർത്തിയ കുറ്റവാതെ സത്യേന്ദ്ര ജെയിൻ എന്ന് പറഞ്ഞ അരവിന്ദ് കെജ്രിവാളിൻ്റെ സെക്കൻഡ് മാൻ 1.5 വർഷം ജയിലിൽ കിടന്നു. എന്നിട്ട് ഈ കഴിഞ്ഞ മാസം വെറുതെ വിട്ടു, തെളിവുകളൊന്നുമില്ല. അപ്പം നമ്മുടെ നാട്ടിൽ ആരും ചോദിക്കാനില്ല, ഈ 1.5 വർഷം തെളിവൊന്നും ഇല്ലാത്തവരെ എന്തിനും ജയിലിൽ വിട്ടു? ഈ ഒരു നമ്മുടെ ചോദ്യം ചെയ്യാനുള്ള കഴിവുകേടിനെയാണ് ഭരണത്തിലിരിക്കുന്നവർ മുതലാണ്. അവർക്കറിയാം ഈ കൊച്ചിന് ഈ കഞ്ഞിയും പറ്റും മതി. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കൊട്ടു കൊടുത്താലും അവർക്ക് വേറൊരുത്തരോട്ട് കൊട്ടു കിട്ടുന്ന ആ ഒരു സന്തോഷം, അത് ശത്രുവിൻ്റെ ശത്രു എൻ്റെ മിത്രം എന്ന് പറയുന്നത്. വേറൊരുത്തന് നമുക്ക് എതിരാളിക്കിട്ട് കൊട്ടുക എങ്ങനെ കിട്ടിയാലും അത് ഏത് കള്ളക്കേസായാലും ഏകാധിപത്യ പ്രവണത മൂലമായാലും ഒരു കുഴപ്പമില്ല. സത്യേന്ദ്ര ജെയിൻ കഴിഞ്ഞ മാസം വെറുതെ വിട്ട് 1.5 വർഷം ജയിലിൽ കിടന്നിട്ട്. അതേപോലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അത് ഈ ജുഡീഷ്യറിക്ക് അറിയത്തില്ല എന്നിട്ടാണ് ചാർജ് ഷീറ്റ്
കൊടുക്കുന്നതിന് മുമ്പ് ഹാജരാക്കിയ പ്രഥമ വിവര റിപ്പോർട്ടിൽ ഉള്ള തെളിവുകളെല്ലാം വ്യാജമാണ്. അവരൊക്കെ അവരെ ജയിലിടേണ്ട ആവശ്യമുണ്ടോ? അപ്പം അവരും ജുഡീഷ്യറിയും പോലീസും ഭരിക്കുന്നവരും വക്കീലന്മാരും ഈ 4 കൂട്ടരുടെ ഒരു കൂട്ടുകൃഷിയാണ് ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ലെ ഇന്ത്യയിലെ ഭരണ സംവിധാനം ഈ ഒരു കൂട്ടുകൃഷി. അങ്ങോട്ടും ഇങ്ങോട്ടും നീ എൻ്റെ പുറം ചൊറിയുക, ഞാൻ നിൻ്റെ പുറം ചൊറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുക. അങ്ങനെ സഹായിച്ച് ഇപ്പം മോദി ഓരോരുത്തരെ അരിഞ്ഞ് വീഴ്ത്തിക്കൊണ്ടിരിക്കുക. ഈ നിയമം പാസ്സായി കഴിഞ്ഞാൽ മിക്ക രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികളുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ പിടിച്ച് ജയിലിലിടാൻ എന്തെങ്കിലും കാരണം എല്ലാവരും കക്കും. മോഷണത്തിനാണല്ലോ അധികാരം വേണം. രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രൊഫഷൻ തന്നെ അതാണ്. അപ്പം മോഷ്ടിക്കുന്ന കുറ്റം ചേർത്ത് ഇവരെ അകത്തിടാൻ ഒരു വിഷമവും ഇല്ല. 31-ാമത്തെ ദിവസം മുഖ്യമന്ത്രി സ്ഥാനം പോകും. കേജ്രിവാളിന്റെ പോകാൻ 6 മാസം കിടന്നിട്ട് പോയില്ല. അപ്പം അന്നേരം കണ്ടുപിടിച്ച ഒരു വിദ്യയാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം. അതിനു മുമ്പ് ഇന്ത്യയിൽ ഒരു സംസ്കാരമായിരുന്നു മന്ത്രിമാരെ FIR ഇട്ട് കഴിഞ്ഞ് മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യേണ്ട സ്റ്റേജ് വന്നാൽ അവർക്കത് മുൻകൂറായിട്ട് പറഞ്ഞിട്ട് അവരെ കൊണ്ട് രാജിവെപ്പിക്കുക. അങ്ങനെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയൊക്കെ രാജിവെച്ചു. അപ്പം മോദീനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എല്ലാവരും വായ അടപ്പിക്കാൻ കേസ് കൊടുക്കും. അത് ഇവിടെയല്ല, ആസാമിലും അരുണാചൽ പ്രദേശിലും ഒക്കെയാണ് കേസ് കൊടുക്കുന്നത്. ഇപ്പം ഇത് 2 പത്രപ്രവർത്തകരെ കരൺ താപ്പറിനെ ഒക്കെ കേസ് ആസാമിൽ, എന്നുവെച്ചാൽ ഡൽഹിയിലുള്ള കേസിൽ നിന്ന് അവർക്ക് സുപ്രീം കോടതി ജാമ്യം കൊടുത്തു. അപ്പം അടുത്ത കേസ് അന്നേരം ആസാമിൽ ഇട്ടു. എന്തിനാ? ഇവർക്ക് അവിടെ പോയി ജാമ്യം എടുക്കും. അപ്പം ഈ കള്ളക്കേസാണെന്ന് എല്ലാവർക്കും അറിയാവുന്നത്, ജുഡീഷ്യറിക്കും അറിയാം. പക്ഷെ അവർക്ക് ഭരിക്കുന്നവരെ പേടി. അവർക്കും ഭരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച കിട്ടണം. നമ്മുടെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കിട്ടില്ല 15 കോടി കിട്ടിയത്. ഇതൊരെണ്ണം തെളിവ് വന്നതേ ഉള്ളൂ. ഒരെണ്ണം തെളിവ് വന്നതിൻ്റെ അർത്ഥം 1000 കണക്കിന് വേറെ ഉണ്ടെന്ന്. രാഹുൽ ഗാന്ധിക്കെതിരെ എത്ര കേസുകളാണ് ആസാമിൽ, മേഘാലയ, മണിപ്പൂരിൽ, ഉത്തർപ്രദേശിൻ്റെ അങ്ങേയറ്റത്ത്. അതായത് സ്ഥിരം ഈ കേസിൻ്റെ പുറകെ ഓടി നടക്കാനുണ്ട്. അപ്പം മോദിയെപ്പോലെ ഒരു ഏകാധിപതി ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ല. പക്ഷെ മറ്റവരൊക്കെ ആദ്യ ക്രൂവൽറ്റി തുടങ്ങി മോദിയുടെ ക്രൂവൽറ്റി സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞവർ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ക്രിസ്ത്യാനികൾക്കിട്ട് കൊട്ടുന്നു, മുസ്ലിങ്ങൾക്കിട്ട് കൊട്ടുന്നു. അപ്പം ഈ കൊട്ടലൊക്കെ കൂടും. ഈ ഏകാധിപതിയെ ഇപ്പോൾ പിടിച്ചു നിർത്തിയില്ലേ. അതിന് പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് താല്പര്യമില്ല. ഇവർക്കെല്ലാം ഇരിക്കുന്ന മറ്റവും വരരുത്. ഇവിടെയാണ് കേരളത്തിൽ ഈ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിൽ ഒതുക്കിയ പോലെയാണ് ഇവിടുത്തെ 2020 ഒതുക്കി. ഇവിടെ UDF LDF അല്ലാത്ത ഒരു സിസ്റ്റം വേണ്ട. അതിനാണ് ഇവർ 2 കൂട്ടരും BJPക്കെതിരെ എന്നും സന്ധിയില്ലാതെ സമരം നടത്തുന്നത്. BJPക്ക് വിഷമാണെന്ന് മറ്റുള്ള മനസ്സ് കുത്തിവെക്കുന്നു. ഇവർക്ക് ജനങ്ങളോട് താല്പര്യം കൊണ്ടല്ല. ഇവിടെ ഈ 2 എസ്റ്റാബ്ലിഷ്മെന്റ് മതി. നിങ്ങൾ ഒരു തവണ ഭരിക്കുക, അല്ലെ 2 തവണ, 3-ാം തവണ ഞങ്ങൾ വരും. അപ്പൊ 2020 പോലുള്ള പാർട്ടിക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് സാധ്യതയില്ല, 3-ാം മുന്നണിയായി. അതുകൊണ്ടാണ് ഇവര് വേറൊരു സിസ്റ്റത്തെ, ഒരു രാഷ്ട്രീയ സംഹിതയെ ഇന്ത്യയിൽ ഉയർന്നു വരാൻ എസ്റ്റാബ്ലിഷ് പാർട്ടിക്കാർ സമ്മതിക്കാത്തത്. എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പ് അപകടത്തിലാവും. ഇനി മോദിയെപ്പോലുള്ളവർ കയറി ഭരിച്ച് ജയിലിൽ ഇട്ടാലും വേണ്ടില്ല, എന്നാലും മറ്റുള്ളവർ വരരുത്. പിന്നെ ചില നേതാക്കന്മാർക്ക് കാണും, ഇപ്പൊ പിണറായി വിജയന് കണക്ക് മോദിയോട് ചേർന്ന് നിൽക്കും. അതുകൊണ്ട് എന്നാ കാണിച്ചാലും കുഴപ്പമില്ല. അതേപോലെ എല്ലാവർക്കും പറ്റും. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ജാഗ്രതയായിരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. ആദ്യം മോദി ചെയ്ത് കയറിയോടെ 2014-15 ആദ്യ കഴുത്ത് വെട്ടിയതാരുടെ ആയിരുന്നു? RTI ആക്ട്, വിവരാവകാശ കമ്മീഷന്റെ അധികാരത്തിന്റെ അത് ജനങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള ഇതിനെയാണ് ചോദ്യം ചെയ്തുകൊണ്ട് അന്ന് ഭേദഗതി വരുത്തിയത്. അതായത് ആരോപണം ഉന്നയിക്കുന്ന ഒരു തെളിവ് സഹിതം കൊടുക്കണം. അപ്പം എല്ലാവരുടെയും മൊത്തം തെളിവിരിക്കുകയാണ്. സംശയാസ്പദമായ കാര്യങ്ങളാണല്ലോ ചോദിച്ചറിയുന്നത്. അത് കഴിഞ്ഞ് 2-ാമത്തെ ആയിരുന്നു മോദിയുടെ ഈ ഏകാധിപതി സിറ്റിസൺഷിപ്പ്. നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുത്തിയ കൃത്രിമങ്ങൾ. 65 ലക്ഷം പേരെ ഒഴിവാക്കിയില്ലേ അവിടെ. അതേപോലെ എല്ലായിടത്തും ഒരു ചെറിയ ഒറ്റമുറി വീട്ടിൽ 80 വോട്ടേഴ്സൊക്കെ ഉള്ള ലിസ്റ്റാണ് ഇവർ പ്രസിദ്ധീകരിച്ചത്. അവരുടെ ആൾക്കാരുടെ വോട്ടേ അവിടെ കൂടുന്നു. പിന്നെ വോട്ടിങ് കഴിഞ്ഞ് 5:30-6 മണി കഴിഞ്ഞിട്ട് 5%, 10% ഒക്കെ വോട്ടേഴ്സ് പോൾ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പം അതായിരുന്നു 2-ാമത്തെ. 3-ാമത്തെ ഇപ്പം ഇതാ, 30 ദിവസത്തെ കൂടുതൽ ജയിലിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം പോകും. ഇങ്ങനെ മോദി ഓരോന്ന്
കൊണ്ടുവന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയാണ്. ഇപ്പോഴാണ് പത്രം റിപ്പോർട്ട്, BJP ഗവൺമെൻറ്റിനെ, മോദി ഗവൺമെൻറ്റിനെ ആര് ഇന്ത്യയിൽ ക്രിട്ടിസൈസ് ചെയ്താൽ ഉടനെ രാജ്യദ്രോഹം. BJPക്കാരുടെ കുറ്റം പറഞ്ഞാൽ എല്ലാം രാജ്യദ്രോഹം. സെഡിഷൻ ആക്ട് പ്രകാരം കേസെടുക്കും. അങ്ങനെ എത്ര പേരെ നിരപരാധികളെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നു. അതിനെയൊന്നും ആരും ഇവിടെ അതങ്ങനെ ചോദ്യം ചെയ്യുന്നില്ല. ഇവിടെ രാഹുൽ ഗാന്ധി ചുമ്മാ കുറേ ബഹളം ഉണ്ടാക്കിയതിൽ നടക്കും. ബാക്കി പാർട്ടിക്കാരിൽ അവരുടെ സ്റ്റേറ്റിലുള്ള അവർക്ക് എന്തെങ്കിലും അധികാരം കിട്ടണമെന്നേ ഉള്ളൂ. ഒരു ഏകാധിപതി ഇവിടെ ഉയർത്തെഴുന്നേറ്റ്, ഏകാധിപതി ജനിച്ചു കഴിഞ്ഞു, വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ധാരണയില്ല ഇവർക്കാർക്കും. അതുകൊണ്ട് ജനങ്ങളാണ് കൂടുതൽ ജാഗ്രതയാകേണ്ടത്. നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ക്യാപ്റ്റൻ ജോയ്.